അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആദ്യഘട്ട ഫലസൂചനകളിൽ സിക്കിമിൽ 4 സീറ്റുകളിൽ SKM ലീഡ് ചെയ്യുകയാണ്. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ SKMുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ഇക്കുറി സംസ്ഥാനത്ത് ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അരുണാചലിൽ തുടക്കം മുതൽ തന്നെ മികച്ച ലീഡ് പിടിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 8 സീറ്റുകളിലാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നത്. 60 അസംബ്ലി സീറ്റുകളുള്ള അരുണാചൽ പ്രദേശിലും 32 മണ്ഡലങ്ങളുള്ള സിക്കിമിലും ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടന്നത്. സിക്കിമിലെ ആകെ പോളിംഗ് 79.88%, അരുണാചൽ പ്രദേശിൽ പോളിംഗ് 82.95%. ഭരണകക്ഷിയായ പ്രേംസിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സിക്കിം ക്രാന്തികാരി മോർച്ചയും, അതായത് SKM, പവൻകുമാർ ചാലിങ്ങിന്റെ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും, അതായത് SDFും തമ്മിലാണ് സിക്കിമിലെ പ്രധാന മത്സരം നടന്നത്. BJPയും കോൺഗ്രസും സിക്കിമിൽ തനിച്ചും മത്സരിച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷ്ണകുമാരി റായ്, മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാലിങ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ബൈച്ചുങ് ഭൂട്ടിയ, BJPയുടെ നരേന്ദ്രകുമാർ സുബ്ബ എന്നിവരാണ് 146 മത്സരാർത്ഥികളിലെ പ്രമുഖർ. SDF സ്ഥാനാർത്ഥിയായിട്ടാണ് ബൈച്ചുങ് ഭൂട്ടിയ മത്സരിച്ചത്. SKMനും SDFനും 32 സ്ഥാനാർത്ഥികൾ വീതവും BJPക്ക് 31 സ്ഥാനാർത്ഥികളുമാണുള്ളത്. കോൺഗ്രസ് 12 സീറ്റുകളിലും സിറ്റിസൺ ആക്ഷൻ പാർട്ടി സിക്കിം 30 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. 2019 പ്രേംസിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള SKM 17 സീറ്റുകൾ നേടിയപ്പോൾ SDFന് 15 സീറ്റുകളായിരുന്നു ലഭിച്ചത്. 60 അംഗ അരുണാചൽ നിയമസഭയിൽ ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം. BJP 60 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ കോൺഗ്രസ് 19 സീറ്റുകളിൽ മാത്രമാണ് മത്സരിച്ചത്. നാഷണൽ പീപ്പിൾസ് പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവരും അരുണാചൽ പ്രദേശിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അരുണാചലിലെ ബോണ്ടില, ചൌങ്ക, ഹയുലിയാങ്, ഇറ്റാനഗർ, മുക്തോ, റോയ്, സഖലി, താലി, താലിഹ, സിറോ, ഹാപ്പോളി എന്നീ മണ്ഡലങ്ങളിൽ മറ്റാരും സ്ഥാനാർത്ഥികളെ നിർത്താത്തതിനാൽ BJP ഇതിനോടകം എതിരില്ലാതെ വിജയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പേമ ഖണ്ഡുവും ഉപമുഖ്യമന്ത്രി ചൌനാമേയും എതിരില്ലാതെ വിജയിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇരുവരും BJP നേതാക്കളാണ്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആദ്യ സൂചനകൾ വന്നതിനു പിന്നാലെ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് സംസ്ഥാനത്ത് അധികാര തുടർച്ച ഉണ്ടാവുമെന്ന നിലയിലുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ 32 സീറ്റുകളിൽ 31 സീറ്റുകളിൽ SKM മുന്നിട്ട് നിൽക്കുകയാണ്. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 17 സീറ്റുകൾ നേടിയാണ് ഇവിടെ അധികാരത്തിലെത്തിയത്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാന കക്ഷിയായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് 15 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ SKM തന്നെ ഇവിടെ അധികാരത്തിൽ എത്തുകയായിരുന്നു. സിക്കിമിലെ 32 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 19 നടന്നത്. അടുത്തിടെ അവസാനിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തോടൊപ്പമായിരുന്നു ഈ തിരഞ്ഞെടുപ്പും നടന്നത്. അടുത്തിടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഭൂരിഭാഗവും തന്നെ SKM അധികാരം നിലനിർത്തുമെന്ന നിലയിലാണ് പ്രവചിച്ചിരുന്നത്.